ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വണക്കം. അങ്ങനെ ഈ വർഷവും ഞെട്ടിക്കാനായിട്ട് മമ്മൂക്കയുടെ ഒരു പുതിയ പോസ്റ്റർ, പ്രമയുഗത്തിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. എന്താ പറയാ, സത്യം പറയല്ലോ, ഞെട്ടിച്ചിട്ടുണ്ട് സംഭവം. എന്നിലൊരു പ്രേക്ഷകനെ, എന്നിലൊരു മമ്മൂട്ടിയുടെ ഒരു ആരാധകൻ എന്ന നിലയിലായാലും ഏതു രീതിയിൽ നോക്കിയാലും സംഭവം പൊളിച്ചിട്ടുണ്ട്. 2024 മമ്മൂക്കയുടെ ആദ്യത്തെ ഒരു പോസ്റ്റർ, രക്ഷയില്ല. ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ വിശദീകരിക്കേണ്ട, ഇതൊരു ഫുള്ള് ഇങ്ങനത്തെ അങ്ങേരെ ഒരു സ്വപ്നത്തിൽ അല്ലെങ്കിൽ ഒരാൾ മമ്മൂക്കയെ കാണുമ്പോൾ ഉണ്ടാകുന്ന അങ്ങേർക്ക് തോന്നുന്ന ഒരു ഫീലിങ്ങിലായിരിക്കും ഇത്. അല്ലെങ്കിൽ മമ്മൂക്കയുടെ തന്നെ മനസ്സിൽ മമ്മൂക്കയെ കാണുന്നത് ഇങ്ങനത്തെ ഒരു രൂപം, ആ ഒരു റിഫ്ലക്ഷൻ എന്ന് പറയാം. അതായിരിക്കും ഈ ഒരു ക്യാരക്ടറിനെ ഇത് വെച്ച് കാണിക്കുന്നത്. ഇത് ഇൻസ്പയർഡ് ആയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ വിധേയൻ എന്ന ചിത്രത്തിലെ ഭാസ്കർ പട്ടേലർ, അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്, കൊമ്പൊക്കെ സൈഡിൽ വെച്ചിട്ട് അങ്ങനെ എടുത്തേക്കുന്ന ഒരു ഫോട്ടോ. അത് ഇൻസ്പയർഡ് ആയിട്ട് എടുത്തതാണെന്നോ എനിക്കങ്ങനെ തോന്നി. ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് കണ്ടപ്പോഴേ ഞാൻ വീക്ഷിച്ച കൊമ്പ കണ്ടപ്പോഴേ അതിനെ ഒന്ന് ഇൻസ്പയർഡ് ചെയ്ത് ഇപ്പോഴത്തെ ഒരു ലെവലിൽ ആക്കി എടുത്ത് കൊണ്ടുവന്ന എന്തായാലും ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. ഇതിനെ എന്താ പറയുക, വിധേയനായിട്ട് കമ്പയർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം വിധേയനൊക്കെ വേറെ ലെവലിലാണ്. അത്രത്തോളം എനിക്ക് അതുപോലൊരു നെഗറ്റീവ് കഥാപാത്രമായിരിക്കണം, എനിക്ക് അതിക്കും മേലെ പോകുന്ന ഒരു നെഗറ്റീവ് കഥാപാത്രമായിരിക്കണം അതിനകത്ത് മമ്മൂക്കയുടെ. അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ദ ഏജ് ഓഫ് മാഡ്നസ്. അപ്പം ഒരു സൈക്കോ, പ്രേതം എന്നൊക്കെ പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ സൈക്കോ ആയിരിക്കും, പ്രായത്തിൻ്റെതായിട്ടുള്ള. നമുക്ക് മമ്മൂക്ക ഞെട്ടിക്കണം. പോസ്റ്ററൊക്കെ ഒരു രക്ഷയില്ല, പൊളിച്ച് അടക്കിയ ഒരു പോസ്റ്ററാണ്. അതിൻ്റെ ലുക്ക് പറ്റി അത് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്തായാലും ഭാസ്കർ പട്ടേലറിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലൊരു പോസ്റ്ററാണ്. സംവിധായകൻ അല്ലെങ്കിൽ ഇത് ഡിസൈനർ എന്തൊക്കെ പറഞ്ഞാലും സ്വയം സൃഷ്ടിയല്ല, അതായത് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തതാണ്. എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. ഈ വർഷം മമ്മൂക്കയുടെ കാണാൻ എനിക്ക് ടെർബോയെക്കാട്ടിലും, നമുക്ക് ടെർബോ എന്ന ചിത്രം വരുന്നത്, അതിനെക്കാട്ടിലും എനിക്ക് ഇത് കാണുമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇത് എക്സ്പീരിയൻസ് ചെയ്യണം ആ തിയേറ്ററിൽ പോയിട്ട്. അതിൻ്റെ സംവിധായകനൊക്കെ രാഹുൽ സദാശിവൻ, അദ്ദേഹത്തിൻ്റെയൊക്കെ ഭൂതകാലം കണ്ടാൽ അറിയാം നമുക്ക്. അതൊന്നും തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒ ടി ടിയിലായിരുന്നു റിലീസ് ചെയ്തത്, ഞാൻ ഓർക്കുന്നില്ല. അത് ഒ ടി ടിയിലായിരിക്കും ആണെന്ന് തോന്നുന്നു. അതുപോലെ തിയേറ്ററിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത് ചെയ്യണം. മമ്മൂക്കയുടെ കുറച്ചിരി, കുറേ മാനരസങ്ങൾ, പീഡിപ്പിക്കുന്ന ആ ഒരു ടൈപ്പെല്ലാം തിയേറ്ററിൽ നിന്നൊരു കിട്ടണം. ഓക്കെ, ബൈ.